ഹായ് ഓൾ, വെൽക്കം ടു കോപ്പറേറ്റീവ് ബൂസ്റ്റർ. എല്ലാവർക്കും കോപ്പറേറ്റീവ് ബൂസ്റ്ററിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് റെപ്സിനെ കുറിച്ചാണ്. അല്ലെ, ഇംഗ്ലണ്ടിലെ ഫോറിൻ കോർപ്പറേഷനുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് റെപ്സ് അല്ലെങ്കിൽ റോക്കഡൈൽ ഇക്വിറ്റബിൾ പയനിയർ സൊസൈറ്റി. പല രീതിയിൽ വായിക്കാം. ചിലർ റോക്ക്ഡെയിൽ എന്ന് പറയാറുണ്ട്, റോക്കഡൈൽ എന്ന് പറയാറുണ്ട്. എന്ത് വായിക്കോട്ടെ, നമുക്ക് കാര്യം മനസ്സിലായാൽ മതി കേട്ടോ. കാരണം നമ്മുടെ ലോകത്തെ തന്നെ സഹകരണ കോപ്പറേറ്റീവ് മൂവ്മെന്റിന്റെ ചരിത്രത്തില് വളരെ പ്രാധാന്യമുള്ള, അല്ലെ, അത്രത്തോളം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എന്താണ് അവിഭാജ്യ ഘടകമായിട്ടുള്ള ഒരു സംഭവമാണ് റെപ്സ്. നിങ്ങൾക്കറിയാം അല്ലെ, അതിന്റെ ചില വിശേഷണങ്ങളെ കുറിച്ചൊക്കെ നമുക്കറിയാം. ഓക്കെ, അപ്പൊ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന റെപ്സിനെ കുറിച്ചാണ്. വളരെ പ്രധാനപ്പെട്ട പോയിന്റ്സുകളാണ് മാത്രമേ ഞാൻ ഇവിടെ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ കേട്ടോ. പ്രധാനപ്പെട്ട പോയിന്റ്സുകൾ മാത്രമേ ഞാൻ ഇവിടെ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. ഈ പോയിന്റ്സുകൾ നിങ്ങളൊന്ന് മനസ്സിലാക്കിയിട്ട് പോകും കേട്ടോ. ഇതെങ്കിലും ഈ പറഞ്ഞ പോയിന്റ്സ് ഒക്കെ ഒന്ന് മനസ്സിലാക്കി പഠിച്ചിട്ട് ഒന്ന് പോവുക കേട്ടോ. ഓക്കെ, നമുക്ക് നോക്കാം. ഇപ്പൊ എന്താണ് റെപ്സ് അല്ലെ, റോക്കഡൈൽ ഇക്വിറ്റബിൾ പയനിയർ സൊസൈറ്റി എന്ന് ഓർത്ത് വെച്ചേക്കും. ഓക്കെ, ഇപ്പൊ റെപ്സ് ഇതിലെ കുറെ അധികം കാര്യങ്ങള് നിങ്ങൾ ചിലപ്പോൾ പഠിച്ചിട്ടുള്ള പോയിന്റ്സുകൾ ഉണ്ടാവാം, പഠിക്കാത്തതുണ്ടാവാം. അപ്പൊ അതൊക്കെ ഒന്ന് മനസ്സിലാക്കി വെക്കുക കേട്ടോ. ഓക്കെ, അപ്പൊ ആദ്യം നമ്മളോട് പറയാൻ പോകുന്ന പോയിന്റ്, ദ റോക്കഡൈൽ പയനിയർ സൊസൈറ്റി രജിസ്റ്റേർഡ് ഓൺ. ഇപ്പൊ എന്നാണ് ഇവര് രജിസ്റ്റർ ചെയ്തത് അല്ലെ, എന്നാണ് റെപ്സ് രജിസ്റ്റർ ചെയ്തത്, ഇതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. പ്രവർത്തനം ആരംഭിച്ചതല്ല, നമ്മൾ എല്ലാവരും പഠിച്ചിട്ടുള്ളത് അതിന്റെ പ്രവർത്തനം, ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത ആ വർഷം, ഡേറ്റ് ഒക്കെയാണ് നമ്മൾ പഠിച്ചേക്കുന്നത്. ഇവിടെ നമ്മൾ ഓർക്കുക, ഈ സംഘം രജിസ്റ്റർ ചെയ്തത് എന്നാണെന്ന് ചോദിച്ചാൽ 24 ഒക്ടോബർ 1844 കേട്ടോ. അന്ന് ഓർത്ത് വെച്ചേക്കും. എന്നാണ് 24 ഒക്ടോബർ 1844 ഇവരെന്ത് ചെയ്തു, രജിസ്റ്റർ ചെയ്തു. പ്രവർത്തനം ആരംഭിച്ചിട്ടില്ല, ഇവർ രജിസ്റ്റർ ചെയ്തു. ഡേറ്റ് ഓർത്ത് 24 ഒക്ടോബർ 1844 ഇവർ രജിസ്റ്റർ ചെയ്തു. ഇനി എന്നാണ് ഇവർ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തത്? റോക്കഡൈൽ പയനിയർ സ്റ്റാർട്ടഡ് ബിസിനസ്. എന്നാണ് ഇവർ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തത്? അത് 21/12/1844. അതൊന്ന് മനസ്സിലാക്കി വെക്കുക. ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത് ഇതായിരിക്കും നിങ്ങൾ പഠിച്ചേക്കുന്നത് അല്ലെ. ഇതാണ് പൊതുവെ നമ്മളോട് ചോദ്യങ്ങളിൽ ചോദിച്ചിരിക്കുന്നത് അല്ലെ. റോക്കഡൈൽസ് എന്നാണ് ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്? ഇതാണ് പൊതുവെ നമ്മളോട് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ എല്ലാവർക്കും ഈ ഒരു വർഷം അറിയാം, 21/12/1844 എന്ന് പറയുന്ന വർഷവും മാസവും തീയതിയും എല്ലാവർക്കും അറിയാം. ചിലപ്പോൾ ഈ രജിസ്റ്റർ ചെയ്തത് ചിലപ്പോൾ നിങ്ങൾക്ക് അറിയത്തില്ലായിരിക്കും. അപ്പൊ അത് ഓർത്തേക്ക്, നമുക്ക് ഒരുമിച്ചൊക്കെ പഠിച്ചു പോയല്ലോ. 24 ഒക്ടോബർ 1844 രജിസ്റ്റർ ചെയ്തത്. പ്രവർത്തനം ആരംഭിച്ചത് 21/12. നേരെ തിരിച്ചിട്ടാൽ മതി അല്ലെ. 21 നേരെ തിരിച്ചിട്ടാ 12 ആയില്ലേ. 21 തിരിച്ച് 12 1844 ഇവർ പ്രവർത്തനം ആരംഭിച്ചത്. അടുത്ത പോയിന്റ് ആണ്, റോക്കഡൈൽ പയനിയർ സ്റ്റാർട്ടഡ് ദെയർ സ്റ്റോർ വിത്ത് എ ഷെയർ ക്യാപിറ്റൽ ഓഫ്. അപ്പം എത്ര രൂപ ഷെയർ ക്യാപിറ്റലോടെയാണ് റോക്കഡൈൽ പയനിയേഴ്സ് അവരുടെ സ്റ്റോർ സ്റ്റാർട്ട് ചെയ്തത്? എത്രയാണ്? 28 പൗണ്ടാണ് കേട്ടോ. 28 പൗണ്ട്, 28 മെമ്പേഴ്സ് അല്ലെ. അവര് 28 പൗണ്ട് കൊണ്ടാണ് ഈ ഒരു സംരംഭം സ്റ്റാർട്ട് ചെയ്തത്. ഓക്കെ, ഒന്ന് മനസ്സിലാക്കണേ. റെപ്സ് സ്റ്റാർട്ട് ചെയ്ത് 28 പൗണ്ടാണ്. 28 ഫ്ലാനൽ വീവേഴ്സ് ചേർന്നാണ് ഇത് ഈ ഒരു എന്താ പറയുക സംഘം അല്ലെങ്കിൽ സൊസൈറ്റി സ്റ്റാർട്ട് ചെയ്തത്. 28 പൗണ്ടാണ് എന്ത് ചെയ്യുന്നത്, അവർ ഇൻവെസ്റ്റ് ചെയ്തത്. അടുത്ത പറയുന്നുണ്ട്, റോക്കഡൈൽ സൊസൈറ്റി ഓഫ് ഇക്വിറ്റബിൾ പയനിയർ വാസ് എസ്റ്റാബ്ലിഷ്ഡ് ഇൻ ഇംഗ്ലണ്ട്. അപ്പൊ ഇംഗ്ലണ്ടിലാണെന്ന് ഓർത്ത് വെച്ചത് കേട്ടോ. ഇംഗ്ലണ്ട് എന്ന് പറയുന്ന രാജ്യത്തിലാണ് റെപ്സ് സ്റ്റാർട്ട് ചെയ്തത്. ഇംഗ്ലണ്ട്. റോക്കഡൈൽ സൊസൈറ്റി ഓഫ് ഇക്വിറ്റബിൾ പയനിയർ വാസ് എസ്റ്റാബ്ലിഷ്ഡ് ഇൻ ഇംഗ്ലണ്ട് എന്ന് ഓർത്ത് വെച്ചത്. ഇംഗ്ലണ്ടിലാണ് അവർ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തത്. ഇപ്പൊ ഇവരുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണ്, അത് നമ്മൾ മനസ്സിലാക്കണം. റെപ്സ് എന്തുകൊണ്ടാണ് ഇവർ കോപ്പറേറ്റീവ് മൂവ്മെന്റിന്റെ ഹിസ്റ്ററിയിൽ ഇത്രത്തോളം ഇമ്പോർട്ടൻസ് അല്ല പ്രാധാന്യം അർഹിക്കുക എന്ന് ചോദിച്ചാൽ ഇവരുടെ വിശേഷണം തന്നെയാണ് ഫസ്റ്റ് സക്സസ്ഫുൾ കോപ്പറേറ്റീവ് സൊസൈറ്റി ഇൻ ദ വേൾഡ് എന്നറിയപ്പെടുക. എന്താണ്? ഫസ്റ്റ് സക്സസ്ഫുൾ കോപ്പറേറ്റീവ് സൊസൈറ്റി ഇൻ ദ വേൾഡ്. ലോകത്തിലെ തന്നെ ആദ്യത്തെ സക്സസ് ആയിട്ടുള്ള സംഘം അല്ലെ. ലോകത്തിലെ തന്നെ ആദ്യമായി തന്നെ സക്സസ് ആയിട്ടുള്ള ഫസ്റ്റ് സക്സസ്ഫുൾ കോപ്പറേറ്റീവ് സൊസൈറ്റി ഇൻ ദ വേൾഡ് ആണ് റെപ്സ് എന്ന് പറയുക. കാരണം നമ്മൾ ഇതിന്റെ ചരിത്രം പഠിപ്പിക്കുമ്പോഴും നമുക്കറിയാം റെപ്സ് വന്നത് 1844. അതിനു മുൻപും ഒരുപാട് സഹകരണ സംഘങ്ങൾ ലോകത്ത് രൂപീകൃതമായിട്ടുണ്ട് അല്ലെ. പക്ഷെ അവരിൽ നിന്ന് വ്യത്യസ്തമായിട്ട് എന്തോ ഒരു കാര്യം ചെയ്തത് കൊണ്ടാണ് അല്ലെ. അതായത് ഇതിനു മുൻപ് ഒരുപാട് സംഘങ്ങൾ. അപ്പൊ നമുക്ക് അതൊന്ന് നോക്കിക്കാം. ഫസ്റ്റ് സൊസൈറ്റി ഇൻ ദ വേൾഡ് ഏതാണ്? ഫെൻവിക് വീവേഴ്സാ. ഏതാണ്?
ഫസ്റ്റ് സൊസൈറ്റി ഇൻ ദ വേൾഡ് ഫെൻവിക് വീവേഴ്സ് 1761 അറിയത്തില്ലാത്തൊരു നോട്ട് ചെയ്ത് നോക്കുക. ചില പുസ്തകങ്ങൾ 1760 കാണുന്നുണ്ട്, അത് തെറ്റാണ്. 1761 പിന്നെ കേരള PSC നോക്കുന്നവര് ഈ ഫെൻവിക് എന്ന് എഴുതിയാൽ കിട്ടില്ല. കാരണം കേരള യൂണിവേഴ്സിറ്റിയുടെ പുസ്തകത്തിൽ പറഞ്ഞിട്ടുള്ളത് എന്താണ്, വൂൾവിക് ആൻഡ് ചാറ്റോൺ 1760 വൂൾവിക് ആൻഡ് ചാറ്റോൺ എന്നാണ് കേരള യൂണിവേഴ്സിറ്റി ടെസ്റ്റിൽ പറഞ്ഞിട്ടുള്ളത്. നമ്മൾ അത് പഠിക്കണ്ട കേട്ടോ. CSEBക്ക് ഫെൻവിക് പഠിക്കണം. അതാണ് ചില കൺഫ്യൂഷൻസുകൾ ചില പരീക്ഷകളിൽ വരാം അല്ലേ. നമുക്കറിയാം കേരള യൂണിവേഴ്സിറ്റി പറഞ്ഞിരിക്കുന്നത് എന്താണ്, അത് വൂൾവിക് WOOLWIC വൂൾവിക് ആൻഡ് ചാറ്റോൺ എന്ന് പറഞ്ഞ സംഘമാണ് ലോകത്തിലെ ആദ്യത്തെ സംഘം എന്നാണ് കേരള യൂണിവേഴ്സിറ്റി ബുക്കിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ കേരള PSCക്കൊക്കെ നമ്മൾ എന്ത് ചെയ്താൽ മതി, അത് പഠിച്ചാൽ മതി. എന്നാൽ ഓർത്ത് നോക്കുക, നമ്മുടെ CSEBക്ക് ഫെൻവിക് പഠിക്കും. ഫെൻവിക് ആണ് കറക്റ്റ് ആൻസർ കേട്ടോ. 1761. ചില പുസ്തകങ്ങൾ 1760 കാണുന്നുണ്ടോ, അത് തെറ്റാണ്. 1761 പ്രോപ്പർ ആൻസർ. അതൊന്ന് മനസ്സിലാക്കിയേക്കുക. ഇപ്പൊ ഫെൻവിക് വന്നു, ആ സംഘം എന്ത് ചെയ്തു, ഫെയിൽ ആയിപ്പോയി, വിജയിച്ചില്ല അല്ലെ. ഫെൻവിക് വന്നു, പക്ഷെ ഫെൻവിക് എന്ത് ചെയ്തില്ല, വിജയിച്ചില്ല, ഫെയിൽ ആയിപ്പോയി. അതാണ് ഫസ്റ്റ് പ്രശ്നം അല്ലെ. ഫെൻവിക് സൊസൈറ്റീസ് വന്നു, ഫെൻവിക് സൊസൈറ്റി വീവർ സൊസൈറ്റി വന്നു, അത് വിജയിച്ചില്ല. 1761. അതിനുശേഷവും ഒരുപാട് സംഘങ്ങൾ വന്നു, പക്ഷെ ഇതൊന്നും എന്ത് ചെയ്തില്ല, സക്സസ് ആയില്ല. ഞാൻ പറഞ്ഞത് മനസ്സിലാകുന്നുണ്ടല്ലോ. 1761 ഫെൻവിക് വന്നതിന് ശേഷം ഒരുപാട് സംഘങ്ങൾ വന്നു, പക്ഷെ ഈ സംഘങ്ങളൊന്നും എന്ത് ചെയ്തില്ല, വിജയിച്ചില്ല, സക്സസ് ആയില്ല. അങ്ങനെ സംഘങ്ങൾ വരുന്നു, ഫെയിലായി പോകുന്നു, പച്ച മലയാളത്തിൽ വരെ പൊട്ടിപ്പോകുന്നു, അടുത്ത സംഘം വരുന്നു, പൊട്ടിപ്പോകുന്നു. എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് സക്സസ് ആയ സംഘം ഏതാണെന്ന് ചോദിച്ചാൽ, അതുകൊണ്ടാണ് നമ്മൾ ഇതിനെ റെപ്സിനെ എന്താണ് ഫസ്റ്റ് സക്സസ്ഫുൾ കോപ്പറേറ്റീവ് സൊസൈറ്റി ഇൻ ദ വേൾഡ് എന്ന് വിശേഷിപ്പിക്കുന്നത്. എന്താണ് ഫസ്റ്റ് സക്സസ്ഫുൾ കോപ്പറേറ്റീവ് സൊസൈറ്റി ഇൻ ദ വേൾഡ് എന്ന് റെപ്സിനെ വിശേഷിപ്പിക്കാനുള്ള കാരണവും ഇത് തന്നെയാണ് അല്ലേ. കാരണം എന്താണ്, അവർ സക്സസ് ആയി, മറ്റ് സംഘങ്ങളെ അപേക്ഷിച്ച് അവർ സക്സസ് ആയെന്ന് ഓർത്ത് വെച്ചേക്കും. ഓക്കെ, ഇനിയും ഒരു പോയിന്റ് അവിടെ തന്നെ പറഞ്ഞു പോയേക്കാം. അവർ എന്തുകൊണ്ടാണ് സക്സസ് ആയത്, അത് മറ്റൊരു പ്രധാനപ്പെട്ട പോയിന്റ് അല്ലേ. അവര് ഫസ്റ്റ് സക്സസ്ഫുൾ സൊസൈറ്റി ഇൻ ദ വേൾഡ് ഞാൻ പറഞ്ഞു, പക്ഷെ അവർ എന്തുകൊണ്ടാണ് സക്സസ് ആയത്, അതായത് ബാക്കിയുള്ള സംഘങ്ങളിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഇവരെന്തോ ചെയ്തു അല്ലെ, എന്തോ കാര്യം ചെയ്തുകൊണ്ടല്ലേ, അല്ലെങ്കിൽ ഇവർ എന്ത് ചെയ്തേനെ, ഇവരും അവിടെ ഫെയിൽ ആയി പോയത്. എന്താണ് ഇവർ ചെയ്തത്, ഇവര് കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ് ഇൻട്രൊഡ്യൂസ് ചെയ്തു. ക്ലിയർ ആയോ? കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ്, അതായത് മറ്റ് സംഘങ്ങൾ ഇത്രയും 1761 മുതൽ ഇങ്ങോട്ട് രൂപീകൃതമായ സംഘടനയിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഇവർ ചില സഹകരണ തത്വങ്ങൾ ഇവർ ഇൻട്രൊഡ്യൂസ് ചെയ്തു. അങ്ങനെ സഹകരണ തത്വങ്ങൾ ഇവർ ഇൻട്രൊഡ്യൂസ് ചെയ്തത് കൊണ്ടാണ് ഇവർ സക്സസ് ആയത്. ഓക്കെ, അതുകൊണ്ട് ഓർത്ത് അപ്പോൾ നമ്മൾ പറയും ഈ ക്ലാസ്സിൽ തന്നെ അവിടെ കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ്, റോക്ക്ഡെയിൽ പ്രിൻസിപ്പിൾസ് ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യും കേട്ടോ. അടുത്തൊരു പോയിന്റ് ആണ്, ദ റോക്ക്ഡെയിൽ എക്വിറ്റബിൾ സൊസൈറ്റി എസ്റ്റാബ്ലിഷ്ഡ് അറ്റ് നമ്പർ 2 ടോഡ് ലൈൻ. നമ്പർ 2 ടോഡ് ലൈൻ എന്ന സ്ഥലത്താണ്, അത് മാഞ്ചസ്റ്ററിൽ. മാഞ്ചസ്റ്റർ എന്ന് കേൾക്കുമ്പോൾ നമ്മൾ മാഞ്ചസ്റ്റർ യുണൈറ്റഡും മാഞ്ചസ്റ്റർ സിറ്റിയൊക്കെ അല്ലെ, ഇംഗ്ലണ്ടിലെ വളരെ ഫേമസ് ആയിട്ടുള്ള ഫുട്ബോൾ ക്ലബ്ബുകളാണ്. അപ്പൊ അവിടെ മാഞ്ചസ്റ്ററിലാണ് അല്ലെ നമ്പർ 2 ടോഡ് ലൈൻ ആണ് ഇവർ എന്ത് ചെയ്തത്, ഇവർ എസ്റ്റാബ്ലിഷ് ചെയ്തത്. അതുകൊണ്ട് തന്നെ ഇവരെ നമ്മൾ ടോഡ് ലൈൻ സ്റ്റോർ എന്നും പറയപ്പെടാറുണ്ട് കേട്ടോ. ഓർത്തു, ഇവരെ നമ്മൾ ടോഡ് ലൈൻ സ്റ്റോർസ് എന്നും ഇവർ അറിയപ്പെടാറുണ്ട്. അതുകൊണ്ട് നോട്ട് ചെയ്തേക്കാം, ടോഡ് ലൈൻ സ്റ്റോർ എന്നും എന്താണ് നമ്മുടെ റെഫ്സ് അറിയപ്പെടാറുണ്ട്. ടോഡ് ലൈൻ സ്റ്റോർ എന്നും റെഫ്സ് അറിയപ്പെടാറുണ്ടെന്ന് ഓർത്ത് വെച്ചു. ഓക്കെ, നമ്പർ 2 ടോഡ് ലൈൻ മാഞ്ചസ്റ്ററിലാണ്, ഇംഗ്ലണ്ടാണ്. മാഞ്ചസ്റ്റർ പേര് കണ്ടത് നിങ്ങൾക്ക് അറിയില്ല, മാഞ്ചസ്റ്റർ സിറ്റി, മാഞ്ചസ്റ്റർ യുണൈറ്റഡ് വളരെ ഫേമസ് ആയിട്ടുള്ള ലോകത്തിലെ തന്നെ ഏറ്റവും വളരെ ഫേമസ് ആയിട്ടുള്ള ക്ലബ്ബുകളുള്ള രാജ്യമാണ് ഇംഗ്ലണ്ട്. അവിടെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട 2 ക്ലബ്ബാണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ്, മാഞ്ചസ്റ്റർ സിറ്റി. അപ്പോൾ മാഞ്ചസ്റ്ററിലാണ് ഈ റെഫ്സ് ഒന്ന് ഓർത്ത് വെച്ചത് കേട്ടോ. അടുത്തതാണ്, ഇൻ 1844 എ ബാച്ച് ഓഫ് 28 വീവേഴ്സ് ഇൻ റോക്ക്ഡെയിൽ ഫോർമഡ് സൊസൈറ്റി അല്ലേ, യു പർച്ചേസ് റോ മെറ്റീരിയൽസ്. അപ്പോൾ 1844 28 പേരടങ്ങുന്ന ഒരു ബാച്ചാണ് ഈ സംഘം സ്റ്റാർട്ട് ചെയ്ത് റോ മെറ്റീരിയൽസ് പർച്ചേസ് ചെയ്യാൻ വേണ്ടിയാണെന്ന് ഓർത്ത് വെച്ചേക്കുക. അതുകൊണ്ടാണ് നമ്മളിപ്പോൾ മനസ്സിലാക്കണം, റോക്ക്ഡെയിൽ പൈനിയേഴ്സ് എന്ന് പറഞ്ഞാൽ അവരൊരു വീവേഴ്സ് ആണ് കേട്ടോ, അവരൊരു വീവേഴ്സ് ആണ്. ആ പോയിന്റ് ഓർത്തേക്ക്, ഓൾറെഡി ഞാൻ പറഞ്ഞു എങ്കിലും റോക്ക്ഡെയിൽ പൈനിയേഴ്സ് വെർ ബേസിക്കലി എ ബാച്ച് ഓഫ് വീവേഴ്സ് എന്ന് ഓർത്ത് വെച്ചേക്കുക. അതുകൊണ്ട് തന്നെ ദ വീവേഴ്സ് ഹു സ്റ്റാർട്ടഡ് ദ റോക്ക്ഡെയിൽ ഇക്വിറ്റബിൾ സൊസൈറ്റി ആർ കോൾഡ് റോക്ക്ഡെയിൽ പൈനിയേഴ്സ്. അതൊന്ന് ഓർത്തേക്ക് കേട്ടോ, വലിയ ഒന്നുമില്ല. ചില കാര്യങ്ങൾ ഒന്നുകൂടെ വിശദീകരിച്ച് അവിടെ പറഞ്ഞതേ ഉള്ളൂ, പിന്നെ പറഞ്ഞത് മെമ്പേഴ്സ് ഇൻ റോക്ക്ഡെയിൽ പൈനിയേഴ്സ് വെയർ എൻഗേജ്ഡ് ഇൻ ഫ്ലാനൽ വീവ്. അവർ ഫ്ലാനൽ വീവേഴ്സ് ആണെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞു പോയി. പിന്നെ ഈ റോക്ക്ഡെയിൽ പ്രിൻസിപ്പിൾസിന്റെ ബേസിക് അടിസ്ഥാനത്തിൽ രൂപീകൃതമായിട്ടുള്ള ഒരു കോപ്പറേറ്റീവ് ഹോൾസെയിൽ സൊസൈറ്റിയാണ് FDB കേട്ടോ. ഡാനിഷ് കോപ്പറേറ്റീവ് ഹോൾസെയിൽ സൊസൈറ്റിയാണ് FDB എന്ന് ഓർത്ത് വെച്ചേക്ക്. ഒരു തവണയാണ് ചോദിച്ചിട്ടുണ്ട്. ഏത് പ്രിൻസിപ്പിൾ പ്രകാരമാണ്, റോക്ക്ഡെയിൽ പ്രിൻസിപ്പിൾസിന്റെ അടിസ്ഥാനത്തിലാണ് ഡാനിഷ് കോപ്പറേറ്റീവ് ഹോൾസെയിൽ സൊസൈറ്റി FDB സ്റ്റാർട്ട് ചെയ്തത് എന്ന് ഓർത്ത് വെച്ചേക്കുക. ഓക്കെ,
വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ് അല്ലേ നമ്മൾ പഠിച്ചത്. 28 ഫ്ലാനൽ വീവേഴ്സ് ചേർന്നാണ് ഈ ഒരു സംഘം രൂപീകൃതമായത് എന്ന് ഓർത്ത് വെച്ചത് അല്ലെ. 28 ഫ്ലാനൽ വീവേഴ്സ് ചേർന്നാണ് ഈ ഒരു സംഘം എന്ത് ചെയ്തത്, രൂപീകൃതമായത്. ഓക്കെ, ഇപ്പൊ ഇത്രയും പോയിന്റ്സ് 2-3 സ്ലൈഡിൽ പറഞ്ഞു. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിചാരിച്ചത്. ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് കഴിഞ്ഞിട്ടില്ല. ഇനി നമ്മൾ എന്താണ് കുറച്ച് കാര്യം കൂടെ ഇതുകൊണ്ട് ഡിസ്കസ് ചെയ്യാനുണ്ട്. അപ്പൊ ഇത്തരം കാര്യങ്ങൾ എല്ലാവരും ഓർത്ത് വയ്ക്കുക. ഇത്ര നമ്മൾ പഠിച്ചത് എല്ലാവരും ഓർത്ത് നോക്കിയ വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് അല്ലെ. 24 ഒക്ടോബർ 1844 രജിസ്റ്റർ ചെയ്തു. 21/12/1844 ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു. 28 പൗണ്ടാണെന്നു എന്ത് അവരുടെ ഇനീഷ്യൽ ക്യാപിറ്റൽ. ഫസ്റ്റ് സക്സസ്ഫുൾ കോപ്പറേറ്റീവ് സൊസൈറ്റി എന്ന് അത് അറിയപ്പെട്ടിരുന്നു. അങ്ങനെ എന്തുകൊണ്ടാണ് ഫസ്റ്റ് സക്സസ്ഫുൾ കോപ്പറേറ്റീവ് സൊസൈറ്റി എന്ന് അറിയപ്പെടാൻ കാരണം എന്ന് ചോദിച്ചാൽ അവർ കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ് ഇൻട്രൊഡ്യൂസ് ചെയ്തു. ഓക്കെ, ഇത്തരം കാര്യങ്ങൾ ഓക്കെ, നമുക്ക് ബാക്കി അവരോട് നോക്കാം. പിന്നെ നമുക്ക് ബാക്കി നോക്കേണ്ടത് ഒരു പോയിന്റ് മനസ്സിലാക്കുക. ഇതാണ് റോക്ക്ഡെയിൽ പൈനിയർ സൊസൈറ്റി രജിസ്റ്റേർഡ് അണ്ടർ ഫ്രണ്ട്ലി സൊസൈറ്റീസ് ആക്ട് ഓഫ് 1793. ഇതൊന്ന് മനസ്സിലാക്കണം കേട്ടോ. റോക്ക്ഡെയിൽ പൈനിയർ സൊസൈറ്റി കേട്ടോ, ഇത് ഈ പോയിന്റ് എല്ലാം ഓർത്ത് വെക്കുക. റോക്ക്ഡെയിൽ പൈനിയർ സൊസൈറ്റി രജിസ്റ്റർ ചെയ്തത് ഫ്രണ്ട്ലി സൊസൈറ്റീസ് ആക്ട് 1793 അണ്ടറിലാണ് രജിസ്റ്റർ ചെയ്തത്. അന്ന് ആ ഒരു ആക്ടിലേ ഉള്ളൂ. ഫ്രണ്ട്ലി സൊസൈറ്റീസ് ആക്ട് ആണ് നിലവിൽ നിൽക്കുന്നതെന്ന് ഓർത്ത് വെച്ചു. അതൊരിക്കലും കോപ്പറേറ്റീവ് സൊസൈറ്റി ആക്ട് അല്ല കേട്ടോ, അത് മനസ്സിലാക്കണം. ഫ്രണ്ട്ലി സൊസൈറ്റിയും കോപ്പറേറ്റീവ് സൊസൈറ്റീസും രണ്ടാണ്. അന്ന് അവിടെ നിലനിൽക്കുന്ന ആക്ട് ഫ്രണ്ട്ലി സൊസൈറ്റീസ് ആക്ട് ആണെന്ന് ഓർത്ത് വെച്ചത്. ഓക്കെ, അപ്പോൾ അതിനുശേഷം ഞാൻ പറയാം ഇൻഡസ്ട്രിയൽ ആൻഡ് പ്രൊവിഡന്റ് സൊസൈറ്റീസ് ആക്ട് വന്നത്, അതിനെക്കുറിച്ച് നമുക്ക് ഈ ക്ലാസ് തന്നെ പറഞ്ഞു പോവാം. ഇനി അടുത്താണ് പ്രിൻസിപ്പിൾസ് ഓഫ് കോപ്പറേഷൻ ഇൻട്രൊഡ്യൂസ്ഡ് ബൈ റെപ്സ്. അപ്പൊ ഞാൻ നിങ്ങളോട് പറഞ്ഞു എന്താണ് റെപ്സ് സക്സസ് ആകാനുള്ള കാരണം എന്ന് പറയുന്നത് അവർ പ്രിൻസിപ്പിൾസ് മറ്റ് സംഘങ്ങളെ അപേക്ഷിച്ച് അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇവർ ചില പ്രിൻസിപ്പിൾസ് ഇൻട്രൊഡ്യൂസ് ചെയ്തു അല്ലേ. അപ്പൊ ഇത് ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട്. കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ് ഇവർ ഇൻട്രൊഡ്യൂസ് ചെയ്ത വർഷം ചോദിച്ചിട്ടുണ്ട്. ആ വർഷം 1860 കേട്ടോ. 1860 റെപ്സിന്റെ ജനറൽ ബോഡിയിൽ വെച്ചാണ്. ഒരിക്കലും അത് 1844 ചില പുസ്തകങ്ങൾ കാണുന്നുണ്ട്. ഈ പ്രിൻസിപ്പിൾസിന്റെ സ്റ്റേജസ് 4 സ്റ്റേജ് ആയിട്ടാണ് നമുക്കറിയാം. അല്ല, ഫസ്റ്റ് സ്റ്റേജ് 1844 എന്നൊക്കെ ചില പുസ്തകങ്ങളിൽ കാണുന്നുണ്ട്. അത് തെറ്റാണെന്ന് മനസ്സിലാക്കുക. കാരണം 1860 അവരുടെ ജനറൽ ബോഡിയിലാണ് ഇവർ എന്ത് ചെയ്യുന്നത്, ഈ പ്രിൻസിപ്പിൾസ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഓക്കെ, 1860 ജനറൽ ബോഡിയിലാണ്. ഏതൊക്കെയാണ് നമുക്ക് അവരുടെ പ്രിൻസിപ്പിൾസ് എന്നൊന്ന് നോക്കാം അല്ലെ. ആദ്യം പറയണം ഓപ്പൺ മെമ്പർഷിപ്പ്. ആദ്യം എന്താണ് ഓപ്പൺ മെമ്പർഷിപ്പ്? എന്താണ് മെമ്പർഷിപ്പ് ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റി is open to all those who belongs to the area who need their service. അല്ലെ, ആ പ്രവർത്തന പരിധിയിലുള്ള എല്ലാവർക്കും എന്താണ് മെമ്പർഷിപ്പ് ലഭ്യമാണ്, ഓപ്പൺ മെമ്പർഷിപ്പ്. രണ്ടാമത്തെ ഡെമോക്രാറ്റിക് കൺട്രോൾ അല്ലെ, മാനേജ്മെന്റ് ഡെമോക്രാറ്റിക് കൺട്രോളിലൂടെ ആയിരിക്കും മാനേജ്മെന്റ് അല്ലെ, ജനാധിപത്യമായ രീതിയിലായിരിക്കും. പിന്നെ ലിമിറ്റഡ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ. ഓക്കെ, പിന്നെ പറയുന്നത് പാട്രോണേജ് ഡിവിഡൻഡ്. പാട്രോണേജ് ഡിവിഡൻഡ് എന്ന് പറഞ്ഞാൽ എന്താണ് പറയുക, എന്താണ് ഡിവിഡൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഈസ് ഓൺ ആൻ ഇക്വിറ്റബിൾ മാനർ. നോബഡി ഗെറ്റ് സ്പെഷ്യൽ പ്രിവിലേജ് ഓൺ അക്കൗണ്ട് ഓഫ് ഹൈ ക്യാപിറ്റൽ കോൺട്രിബ്യൂഷൻ. ആ രീതിയിലല്ല കേട്ടോ, അതാണ് പാട്രോണേജ് ഡിവിഡൻഡ്. പിന്നെ ക്യാഷ് ട്രേഡിങ്, പൊളിറ്റിക്കൽ ആൻഡ് റിലീജിയസ് ന്യൂട്രാലിറ്റി, പ്രൊമോഷൻ ആൻഡ് എഡ്യൂക്കേഷൻ, സെല്ലിംഗ് പ്യുവർ ആൻഡ് അൺഅഡൾട്ടറേറ്റഡ് ഗുഡ്സ്. അങ്ങനെ 8ഓളം പ്രിൻസിപ്പിൾസ് ആണ് ഇവർ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ചില പുസ്തകങ്ങളിൽ 7 ഉള്ളൂ, പക്ഷെ ഓർത്ത് വെച്ചാൽ 2, 4, 6, 8 പ്രിൻസിപ്പിൾ ഉണ്ട് കേട്ടോ. ഓക്കെ, 8 പ്രിൻസിപ്പിൾസ് ആണ് നമ്മൾ കേരള യൂണിവേഴ്സിറ്റി ബുക്കിൽ പറയുന്നത്. 8 പ്രിൻസിപ്പിൾ ഉണ്ട്. ഓക്കെ, ഇപ്പൊ പ്രിൻസിപ്പിൾസ് ഓഫ് കോപ്പറേഷൻ ഇൻട്രൊഡ്യൂസ് ബൈ റെപ്സ് 8 പ്രിൻസിപ്പിൾസ് ആണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഓക്കെ, അത് നിങ്ങൾ ഒന്ന് മനസ്സിലാക്കുക. പിന്നീട് നമുക്ക് മനസ്സിലാക്കണം ഇവർക്കൊരു പ്രസിഡന്റ് അല്ലെ, ഇവരുടെ പ്രസിഡന്റ് ഉണ്ട്. ഇവരുടെ പ്രസിഡന്റ് ആരാണെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് പ്രസിഡന്റ്, ഇവരുടെ ആദ്യത്തെ പ്രസിഡന്റ് ഓർത്ത് നോക്കുക. ഇവരുടെ ഫസ്റ്റ് പ്രസിഡന്റ്, ഇവർക്ക് ടെമ്പററി പ്രസിഡന്റും ഉണ്ട്, പെർമനന്റ് പ്രസിഡന്റും ഉണ്ട് കേട്ടോ. എന്നിട്ട് ആ ടെമ്പററി ആയിട്ട് പ്രസിഡന്റും ഉണ്ട്, പെർമനന്റും ഉണ്ട്, മനസ്സിലാക്കണം. ആദ്യം ഇവർക്ക് ടെമ്പററി പ്രസിഡന്റ് ആയിരുന്നു. ഇപ്പൊ ഇവരുടെ ടെമ്പററി പ്രസിഡന്റിന്റെ പേരാണ് മൈൽസ് ആഷ്വർത്ത്. എന്താണ് മൈൽസ് ആഷ്വർത്ത്? ഓർത്ത് നോക്കുക. ഫസ്റ്റ് പ്രസിഡന്റ് ഇവരുടെ ഫസ്റ്റ് ടെമ്പററി, ആദ്യത്തെ ഇവരുടെ പ്രസിഡന്റ് ടെമ്പററി ആണ്. ചിലപ്പോൾ നിങ്ങൾ ഇത് കേട്ട് കാണാം, ചിലപ്പോൾ നിങ്ങൾക്ക് അറിയായിരിക്കും, ചിലപ്പോൾ അറിയത്തില്ലാത്തതായിരിക്കും അല്ലെ. അപ്പൊ അറിയത്തില്ലാത്ത നോട്ട് ചെയ്യുക. ഫസ്റ്റ് പ്രസിഡന്റ് ഇവരുടെ ടെമ്പററി പ്രസിഡന്റ് ആയിരുന്നു. അദ്ദേഹത്തിന്റെ പേരാണ് മൈൽസ് ആഷ്വർത്ത്. ഫസ്റ്റ് പ്രസിഡന്റ് ടെമ്പററി ഓഫ് റോക്ക്ഡെയിൽ ഇക്വിറ്റബിൾ ഫൈനാൻസ് സൊസൈറ്റി ആരാണ്? മൈൽസ് ആഷ്വർത്ത്. മൈൽസ് ആഷ്വർത്ത്. അടുത്ത പോയിന്റ് ആണ് ഫസ്റ്റ് പ്രസിഡന്റ് സ്ഥിരം. ഫസ്റ്റ് പ്രസിഡന്റ് ആരാണ്? അത് ചാൾസ് ഹൗറായാണ്. ഇദ്ദേഹത്തെ കുറിച്ച് പഠിക്കാനുണ്ട്, ചാൾസ് ഹൗറ. അപ്പൊ ഓർത്ത് നോക്കുക, റെപ്സിന്റെ ആദ്യത്തെ പ്രസിഡന്റ് അത് ടെമ്പററി ആയിരുന്നു. അദ്ദേഹത്തിന്റെ പേര് മൈൽസ് ആഷ്വർത്ത് ആണ്. ഇനി അവരുടെ ഫസ്റ്റ് പ്രസിഡന്റ് എന്ന രീതിയിൽ അല്ലെ, ആ ഫസ്റ്റ് പ്രസിഡന്റ് ആയിട്ട് നിലയിൽ വരുന്നത് ചാൾസ് ഹൗറ. ചാൾസ് ഹൗറ ആണെന്ന് ഓർത്ത് വെച്ചേക്കും. അടുത്ത പോയിന്റ് ആണ് ഫസ്റ്റ് സെക്രട്ടറി ഓഫ് റെപ്സ്. റെപ്സിന്റെ ആദ്യത്തെ സെക്രട്ടറിയാണ് ജെയിംസ് ഡാലി. ആരാണ്? ജെയിംസ് ഡാലി അല്ലെ. ഫസ്റ്റ് സെക്രട്ടറി ഓഫ് റെപ്സ് എന്ന് പറയുന്നത് ജെയിംസ് ഡാലിയാണ്.
അടുത്തതാണ് എന്താണ് ടോഡ് ലൈൻ സ്റ്റോർ ഈസ് ദി അനദർ നെയിം ഓഫ് എ റോക്ക്ടെയിൽ ലിക്വിഡ് ഫൈനാൻസ് സൊസൈറ്റി. അല്ലെ, ടോഡ് ലൈൻ സ്റ്റോർ എന്ന് ഇവർ അറിയപ്പെടാറുണ്ട്. ഞാൻ പറഞ്ഞത് കാരണം ടോഡ് ലൈനിലാണ് ഇവരുടെ ബിസിനസ് സാമ്രാജ്യം കെട്ടിപ്പടുക്കുന്നത്. അതുകൊണ്ട് തന്നെ എന്താണ് അവരെ എന്നോട് പറയുന്നുണ്ട് ടോഡ് ലൈൻ സ്റ്റോർ എന്ന് ഇവർ അറിയപ്പെടാറുണ്ട്. അടുത്ത പോയിന്റാണ് റോക്ക്ടെയിൽ ലിക്വിഡ് ഫൈനാൻസ് സൊസൈറ്റി വാസ് ദ ഫസ്റ്റ് ഓർഗനൈസേഷൻ പ്രിപ്പയർഡ് കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ്. ലോകത്ത് ആദ്യമായിട്ട് കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ് പ്രിപ്പയർ രൂപീകരിച്ചിട്ടുള്ള ആദ്യത്തെ സംഘം ഏതാണ്, അല്ലെങ്കിൽ ആദ്യത്തെ ഓർഗനൈസേഷൻ എന്ന് ചോദിച്ചാൽ അത് റെപ്സ് ആണ്. 1860 അവരുടെ ജനറൽ ബോഡിയിലാണെന്ന് ഓർത്ത് വെച്ചേക്കുക. പിന്നെ അവരുടെ ആ ഒരു പ്രിൻസിപ്പിൾസിനെയാണ് നമ്മുടെ ICA വന്നിട്ട് എന്ത് ചെയ്യുന്നത്, 1937 പറയുന്നുണ്ട് അല്ലെ, സെക്കൻഡ് സ്റ്റേജ് അവർ അതിനെ എസെൻഷ്യൽ എന്നും നോൺ എസെൻഷ്യൽ എന്നും തരംതിരിക്കുകയുണ്ടായി. അതൊന്ന് ഓർത്ത് വെച്ചേക്കുക. എസെൻഷ്യൽ എന്നും നോൺ എസെൻഷ്യൽ എന്നും തരംതിരിക്കുകയുണ്ടായി. ക്ലാസിഫിക്കേഷൻ ഓഫ് റോക്ക്ടെയിൽ പ്രിൻസിപ്പിൾ ആസ് എസെൻഷ്യൽ ആൻഡ് നോൺ എസെൻഷ്യൽ വാസ് അപ്രൂവ്ഡ് ബൈ ICA ഇൻ ഇറ്റ്സ് കോൺഗ്രസ് ഹെൽഡ് അറ്റ് പാരീസ് ഇൻ 1937. ഞാനത് പ്രിൻസിപ്പിൾസിന്റെ സ്റ്റേജസ് ഓഫ് പ്രിൻസിപ്പിൾസ് എന്ന് പറഞ്ഞ ഒരു ക്ലാസ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യും. അപ്പൊ അതിനെപ്പറ്റി വിശദമായിട്ട് പറയും കേട്ടോ. ആ ക്ലാസ്സിൽ വിശദമായിട്ട് ആ കാര്യങ്ങൾക്ക് പറയുന്നത് ജസ്റ്റ് ഓർത്ത് വെച്ചാൽ മതി. റെപ്സിന്റെ പ്രിൻസിപ്പിൾസിനെയാണ് ICA എന്നാണ് എസെൻഷ്യൽ എന്നും നോൺ എസെൻഷ്യൽ എന്നും തരംതിരിച്ചതെന്ന് ഓർത്ത് വെച്ചേക്കുക. അടുത്ത പോയിന്റാണ് സെല്ലിംഗ് പ്യുവർ ആൻഡ് അൺഅഡൾട്ടേഡ് ഗുഡ്സ് ഈസ് വൺ ഓഫ് ദി പ്രിൻസിപ്പിൾ ഓഫ് റോക്ക്ടെയിൽ. ഞാൻ പറഞ്ഞു അല്ലെ, റോക്ക്ടെയിലിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു പ്രിൻസിപ്പിൾ ആയിരുന്നു സെല്ലിംഗ് പ്യുവർ ആൻഡ് അൺഅഡൾട്ടേഡ് ഗുഡ്സ്. അല്ലെ, മായം കലരാത്ത പ്യൂർ ആയിട്ടുള്ള ഗുഡ്സ് അവർ സെല് ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ ഐഡിയ ഓഫ് ഡിവിഡൻഡ് വാസ് ഫസ്റ്റ് ഇൻട്രൊഡ്യൂസ് ബൈ ചാൾസ് സൗറയാണ് ഡിവിഡൻഡിനെ കുറിച്ചുള്ള ഐഡിയ ഓഫ് ഡിവിഡൻഡ്, ലാഭവിഹിതം നൽകുക എന്നുള്ള ഒരു ഐഡിയ ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്താരെന്ന് വെച്ചാൽ അത് ചാൾസ് സൗറയാണ്. പിന്നെ റെപ്സ് ഈസ് ദ ഫസ്റ്റ് സൊസൈറ്റി പേ പാട്രോണേജ് ഡിവിഡൻഡ് നൽകിയ ട്രാൻസാക്ഷനൊക്കെ അടിസ്ഥാനത്തിൽ നൽകുന്ന ഡിവിഡൻഡാണ് പാട്രോണേജ് ഡിവിഡൻഡ്. അപ്പൊ പാട്രോണേജ് ഡിവിഡൻഡ് നൽകിയതാണ് റെപ്സ് ആണെന്ന് ഓർത്ത് വെക്കുക. ആദ്യമായിട്ട് റെപ്സ് ആണ് പാട്രോണേജ് ഡിവിഡൻഡ് ഒക്കെ നൽകിയത്. പിന്നെ ഈ അടുത്ത പോയിന്റ് വളരെ പ്രധാനപ്പെട്ടതാണ്. ദ ഫസ്റ്റ് നോൺ ഹിസ്റ്ററി ഓഫ് പൈനിയർ വാസ് റിട്ടൺ ഇൻ 1858. അപ്പൊ 1858 എന്ത് ചെയ്യുന്നത്, ദ ഫസ്റ്റ് നോൺ ഹിസ്റ്ററി ഓഫ് പൈനിയർ. അപ്പൊ ഫസ്റ്റ് നോൺ ഹിസ്റ്ററി ഓഫ് പൈനിയർ വാസ് റിട്ടൺ ഇൻ 1858 ബൈ ആരാണ്, ജോർജ് ജേക്കബ് ഹോളിയോക്ക് ഇൻ ദ ബുക്ക് സെൽഫ് ഹെൽപ്പ് ബൈ പീപ്പിൾ. അപ്പൊ സെൽഫ് ഹെൽപ്പ് ബൈ പീപ്പിൾ എന്ന് പറയുന്ന ബുക്കിലൂടെയാണ് ആദ്യമായിട്ട് നമുക്ക് ഇവരെ പറ്റി ചരിത്രപരമായിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റുന്നത് കേട്ടോ. 1858 ജോർജ് ജേക്കബ് ഹോളിയോക്കാണ് ആ ബുക്ക് എഴുതിയിട്ടുള്ളത്. അടുത്താണ് ഇൻഡസ്ട്രിയൽ പ്രൊവിഡൻസ് സൊസൈറ്റീസ് ആക്ട്. ലോകത്തിലെ ആദ്യത്തെ ഫസ്റ്റ് ലെജിസ്ലേഷൻ അല്ലെ, ഫസ്റ്റ് കോഓപ്പറേറ്റീവ് ലെജിസ്ലേഷൻ ഇൻ ദ വേൾഡ്. ഫസ്റ്റ് കോഓപ്പറേറ്റീവ് ലെജിസ്ലേഷൻ ഇൻ ദ വേൾഡ് എന്നറിയപ്പെടുന്നത് ഏതാണ്, ഇൻഡസ്ട്രിയൽ ആൻഡ് പ്രൊവിഡൻസ് സൊസൈറ്റീസ് ഓഫ് 1852 അല്ല 1852. പിന്നീട് 1862 അത് എന്ത് ചെയ്യുന്നുണ്ട്, അതിന് ചെറിയ ഒരു അമെന്റ്മെന്റ്, ചെറുതല്ല വളരെ വലിയ രീതിയിലുള്ള അമെന്റ്മെന്റ് ഒരു കൊണ്ടുവരുന്നുണ്ട് 1862. അപ്പൊ ആ വർഷം കൂടെ ഓർത്തേക്ക്, ചിലപ്പം 1862 ചോദിക്കാം. അപ്പൊ ഓർത്ത് നോക്കുക എന്താണ്, ഇൻഡസ്ട്രിയൽ ആൻഡ് പ്രൊവിഡൻസ് സൊസൈറ്റീസ് ആക്ട് 1852 ഗീവ് പ്രൊട്ടക്ഷൻ ടു റെപ്സ്. അപ്പൊ റെപ്സിന് പ്രൊട്ടക്ഷൻ നൽകാനാണ്. കാരണം ഇത് ഓൾറെഡി എന്താണ് ഫ്രണ്ട്ലി സൊസൈറ്റീസ് ആക്ടിന്റെ അണ്ടറിലാണ് ഇത് രജിസ്റ്റർ ചെയ്തത്. എന്നാൽ ഇവർക്ക് പ്രൊട്ടക്ഷൻ നൽകാൻ വേണ്ടിയാണ് 1852 ഇൻഡസ്ട്രിയൽ പ്രൊവിഡൻസ് സൊസൈറ്റീസ് ആക്ട് പാസ്സാക്കുന്നത്. ഇതാണ് ഇൻഡസ്ട്രിയൽ പ്രൊവിഡൻസ് സൊസൈറ്റീസ് ആക്ട് 1852 പാസ്സാക്കുന്നത്. എന്തിനു വേണ്ടിയാണ്, റെപ്സിന് പ്രൊട്ടക്ഷൻ നൽകാനാണ് കേട്ടോ. റെപ്സിന് പ്രൊട്ടക്ഷൻ നൽകാനായിട്ടാണ് ഇൻഡസ്ട്രിയൽ പ്രൊവിഡൻസ് സൊസൈറ്റീസ് ആക്ട് 1852 പാസ്സാക്കുന്നത്. പിന്നെ സെൽഫ് ഹെൽപ്പ് ഈസ് ദ ബെസ്റ്റ് ഹെൽപ്പ് സെഡ് ബൈ റോക്ക്ഡെയിൽ പൈനിയർ. അപ്പൊ അവരുടെ ഒരു പ്രധാനപ്പെട്ട കൊട്ടേഷൻ, സെൽഫ് ഹെൽപ്പ് ഈസ് ദി ബെസ്റ്റ് ഹെൽപ്പ് കേട്ടോ. സെൽഫ് ഹെൽപ്പ് ഈസ് ദി ബെസ്റ്റ് ഹെൽപ്പ് സെഡ് ബൈ റോക്ക്ഡെയിൽ പൈനിയേഴ്സ് എന്ന് ഓർത്ത് വെച്ചേക്കുക. സെൽഫ് ഹെൽപ്പ് ഈസ് ദി ബെസ്റ്റ് ഹെൽപ്പ് സെഡ് ബൈ റോക്ക്ഡെയിൽ പൈനിയേഴ്സ്. അടുത്ത റോക്ക്ഡെയിൽ പൈനിയേഴ്സ് എന്ത് ചെയ്തു, അവരുടെ 2% പ്രോഫിറ്റ് റിസർവ് ഫണ്ടിലേക്ക് അവർ ട്രാൻസ്ഫർ ചെയ്തു. ഓക്കെ, റോക്ക്ഡെയിൽ പൈനിയേഴ്സ് ട്രാൻസ്ഫേർഡ് 2% ഓഫ് പ്രോഫിറ്റ് ടു റിസർവ് ഫണ്ട്. 2% അവർ അവരുടെ റിസർവ് ഫണ്ടിലേക്ക് അവർ വക മാറ്റി അല്ലേ, റിസർവ് ഫണ്ടിലേക്ക് വക മാറ്റി. ഓക്കെ, ഇനി ഇവിടെ പറയുന്നുണ്ട് ദ ഗവൺമെന്റ് ഓഫ് റെപ്പ് അല്ലെ, റെപ്സിന്റെ ഭരണം ആരായിരുന്നു, പ്രസിഡന്റ്, ട്രഷറർ ആൻഡ് സെക്രട്ടറി ആൻഡ് 3 ട്രസ്റ്റി ആൻഡ് 5 ഡയറക്ടേഴ്സ്. അപ്പൊ അതൊന്ന് മനസ്സിലാക്കി വെച്ചേക്കുന്നത്. നിങ്ങളിതൊന്നും കാണാൻ പഠിക്കൊന്നും വേണ്ട, ഇതൊന്നും കാണാതെ പഠിക്കേണ്ട കാര്യം ഒന്ന് മനസ്സിലാക്കിയാൽ മതി. ദ ഗവൺമെന്റ് ഓഫ് റെപ്പ് വെസ്റ്റഡ് വിത്ത് പ്രസിഡന്റ്, ട്രഷറർ ആൻഡ് സെക്രട്ടറി ആൻഡ് 3 ട്രസ്റ്റി ആൻഡ് 5 ഡയറക്ടേഴ്സ് അല്ലെ. അതാണ് പ്രസിഡന്റ്, ട്രഷറർ, സെക്രട്ടറി, 3 ട്രസ്റ്റി, പിന്നെ 5 ഡയറക്ടേഴ്സും ഉണ്ടായിരുന്നു അവരുടെ ഗവൺമെന്റിൽ. ഓക്കെ, അടുത്താണ് റെപ്പ് 2 ഓഡിറ്റേഴ്സ് അപ്പോയിന്റഡ് ഫോർ ഓഡിറ്റിംഗ്. ഇപ്പൊ അവരുടെ അക്കൗണ്ട്സുകൾക്ക് ഓഡിറ്റ് ചെയ്യാൻ വേണ്ടി റെപ്സ് എന്ത് ചെയ്തു, 2 ഓഡിറ്റേഴ്സിനെ അപ്പോയിന്റ് ചെയ്തിട്ടുണ്ട്. റെപ്പ് അല്ലെ, 2 ഓഡിറ്റേഴ്സ് അപ്പോയിന്റഡ് ഫോർ ഓഡിറ്റിംഗ്. ഓഡിറ്റിങ്ങിന് വേണ്ടി 2 ഓഡിറ്റേഴ്സിനെ അവർ അപ്പോയിന്റ് ചെയ്തിട്ടുണ്ടെന്ന് ഓർത്ത് വെച്ചിരുന്നു.
പിന്നെ റോക്ക്ഡെയിൽ ഫ്രണ്ട്ലി സൊസൈറ്റി അല്ലെ, റോക്ക്ഡെയിൽ ഫ്രണ്ട്ലി കോപ്പറേറ്റീവ് സൊസൈറ്റി ഫോം ചെയ്തത് എന്നാണ് 1830-ലാണ്. ഇത് ഓർത്തേക്കണം, റോക്ക്ഡെയിൽ ഫ്രണ്ട്ലി സൊസൈറ്റീസ് കേട്ടോ. ഫ്രണ്ട്ലി സൊസൈറ്റി ഫോം ചെയ്ത് 1830-ലാണ്. ഫ്രണ്ട്ലി സൊസൈറ്റി 1830-1830 അല്ലെ, റോക്ക്ഡെയിൽ ഫ്രണ്ട്ലി കോപ്പറേറ്റീവ് സൊസൈറ്റി ഫോം ചെയ്തതെന്നാണ് 1830-ലാണ് എന്ന് ഓർത്ത് വെച്ചത്. ഓക്കെ, അപ്പൊ 1830 ഇവരെന്ത് ചെയ്തു? ഫ്രണ്ട്ലി സൊസൈറ്റി രൂപീകൃതമായി. അതിൽ എത്ര പേരുണ്ടായിരുന്നു? 60 ഫ്ലാനൽ വീവേഴ്സ് ഉണ്ടായിരുന്നു. ഇക്വിറ്റബിൾ പൈനിയർ സൊസൈറ്റി അല്ല, ഫ്രണ്ട്ലി സൊസൈറ്റി ആണെന്ന് ഓർത്ത് വെക്കുക കേട്ടോ. അപ്പം അതും വളരെ പ്രധാനപ്പെട്ടാണ്. മെമ്പേഴ്സ് ഓഫ് റോക്ക്ഡെയിൽ ഫ്രണ്ട്ലി സൊസൈറ്റീസ് 60 ഫ്ലാനൽ വീവേഴ്സ്. അപ്പം റോക്ക്ഡെയിൽ ഫ്രണ്ട്ലി സൊസൈറ്റിയിൽ എത്ര അംഗങ്ങൾ ഉണ്ടായിരുന്നു? 60 ഫ്ലാനൽ വീവേഴ്സ് ഉണ്ടായിരുന്നു. 60 ഫ്ലാനൽ വീവേഴ്സ് ഉണ്ടായിരുന്നു ഇവിടെ റോക്ക്ഡെയിലിന്റെ ഫ്രണ്ട്ലി സൊസൈറ്റീസിലെ മെമ്പേഴ്സ് ആയിട്ട് കേട്ടോ. 60 ഫ്ലാനൽ വീവേഴ്സ് ഉണ്ടായിരുന്നു. പിന്നെ പറഞ്ഞത് റോക്ക്ഡെയിൽ ഫ്രണ്ട്ലി സൊസൈറ്റി സ്റ്റാർട്ടഡ് റീറ്റെയിൽ സ്റ്റോർ. അപ്പൊ ഇവരുടെ ഫ്രണ്ട്ലി സൊസൈറ്റിയെ കുറിച്ചാണ് ഞാൻ ഈ പറയാൻ പോകുന്നത്. ഇവരുടെ ഫ്രണ്ട്ലി സൊസൈറ്റി എന്ത് ചെയ്യണം? റീറ്റെയിൽ സ്റ്റോർ സ്റ്റാർട്ട് ചെയ്ത വർഷം 1833-35 കാലഘട്ടത്തിൽ കേട്ടോ. പുറത്ത് നോക്കുക, 33-35 കേട്ടോ. റോക്ക്ഡെയിൽ സൊസൈറ്റി റോക്ക്ഡെയിൽ ഫ്രണ്ട്ലി കോപ്പറേറ്റീവ് സൊസൈറ്റി സ്റ്റാർട്ടഡ് റീറ്റെയിൽ സ്റ്റോർ 1833 മുതൽ 35 വരെ എന്ന് ഒന്ന് ഓർത്ത് വെച്ചിരിക്കുക. പിന്നെ അവരുടെ വളരെ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. To be safe, we must sell at a profit. To be honest, we must sell at a profit. Was the slogan of RUPS. RUPSന്റെ എന്താണ് സ്ലോഗൻ ആയിരുന്നു? To be safe അല്ലേ, to be safe, we must sell at a profit, and to be honest, we must sell at a profit was the slogan of RUPS എന്ന് ഓർത്ത് വെച്ചേക്കുക. പിന്നെ ഇവരുടെ ഫസ്റ്റ് വിമൻ മെമ്പർ, ചില ബുക്കുകൾ ലേഡി ആറ്റിറ്റ്യൂട്ടിലെ എന്ന് പറയുന്നുണ്ട് അല്ലെ, പക്ഷെ നമ്മൾ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ എന്താണ് എലിസ ബ്രിയർലി എന്ന് പഠിച്ചാൽ മതി കേട്ടോ. എലിസ ബ്രിയർലി വാസ് ദ ഫസ്റ്റ് വിമൻ മെമ്പർ ഓഫ് RUPS. RUPSന്റെ ആദ്യത്തെ വിമൻ മെമ്പർ എന്ന് പറയുന്നത് എലിസ ബ്രിയർലി ആണ്. നമ്മുടെ CSEB എക്സാം പോയിന്റ് ഓഫ് വ്യൂവിലാണ്. ചില പുസ്തകങ്ങൾ ഞാൻ പറഞ്ഞു ലേഡി ആറ്റിറ്റ്യൂട്ടിലെ എന്നും പറയുന്നുണ്ട് കേട്ടോ. ഇതിന് നിങ്ങൾ പ്രാധാന്യം കൊടുക്കുക. അടുത്തത് റോക്ക്ഡെയിൽ വീവേഴ്സ് യൂണിയൻ സ്റ്റാർട്ടഡ് ബൈ ചാൾസ് ഹൗറ. അപ്പൊ റോക്ക്ഡെയിൽ വീവേഴ്സ് യൂണിയൻ സ്റ്റാർട്ട് ചെയ്ത ആരാണ് അല്ലെ? റോക്ക്ഡെയിൽ വീവേഴ്സ് യൂണിയൻ സ്റ്റാർട്ട് ചെയ്ത ആരാണ്? ചാൾസ് ഹൗറ ആണ്. ഓർത്ത് നോക്കുക, റോക്ക്ഡെയിൽ വീവേഴ്സ് യൂണിയൻ സ്റ്റാർട്ടഡ് ബൈ ചാൾസ് ഹൗറ എന്ന് ഓർത്ത് നോക്കുക. പിന്നെ ചാൾസ് ഹൗറ അറിയപ്പെടുന്ന പേരെന്താണ്? ചാൾസ് ഹൗറ ഈസ് നോൺ ആസ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ മേക്കർ ഓഫ് കോപ്പറേറ്റീവ് മൂവ്മെന്റ് ഇൻ ഇംഗ്ലണ്ട്. ഇംഗ്ലണ്ടിലെ കോപ്പറേറ്റീവ് മൂവ്മെന്റിന്റെ കോൺസ്റ്റിറ്റ്യൂഷൻ മേക്കർ എന്നറിയപ്പെടുന്നത് ചാൾസ് ഹൗറയാണ്. അതൊന്ന് ഓർത്ത് വെച്ചേക്കുക. ചാൾസ് ഹൗറ ഈസ് നോൺ ആസ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ മേക്കർ ഓഫ് കോപ്പറേറ്റീവ് മൂവ്മെന്റ് ഇൻ ഇംഗ്ലണ്ട് എന്ന് ഓർത്ത് വെച്ചേക്കുക. ഓക്കെ, പിന്നെ അടുത്ത പോയിന്റ് ബുക്സ് അബൌട്ട് റോക്ക്ഡെയിൽ. റോക്ക്ഡെയിൽസിനെ കുറിച്ചുള്ള ബുക്കുകളാണ്. വീവേഴ്സ് ഓഫ് ഡ്രീം അല്ലെ, ഡോഡ് ജെ തോംസൺ എഴുതിയതാണ്. എ സെഞ്ചുറി ഓഫ് കോപ്പറേഷൻ ഇൻ റോക്ക്ഡെയിൽ, ഹെൻറി ബ്രൗൺ എഴുതിയതാണ്. ഹിസ്റ്ററി ഓഫ് റോക്ക്ഡെയിൽ പൈനിയേഴ്സ്, ജോർജ് ജേക്കബ് ഹോളിയൊക്കെ എഴുതിയതാണ്. ഇതും കൂടെ ഓർത്ത് വെക്കുക, ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ടതാണ് കേട്ടോ. വീവേഴ്സ് ഓഫ് ഡ്രീം ആരെഴുതിയാണ്? ഡേവിഡ് ജെ തോംസൺ. എ സെഞ്ചുറി ഓഫ് കോപ്പറേഷൻ ഇൻ റോക്ക്ഡെയിൽ, ഹെൻറി ബ്രൗൺ എഴുതിയാണ്. ഹിസ്റ്ററി ഓഫ് റോക്ക്ഡെയിൽ പൈനിയർ ആരാണ്? ജോർജ് ജേക്കബ് ഹോളിയൊക്കെ എഴുതിയത്. ഇത്തരം കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു ഭാഗത്തു നിന്ന് പഠിക്കേണ്ടത്. റോക്ക്ഡെയിൽസിനെ കുറിച്ച് പഠിക്കേണ്ടത് ഇത്തരം കാര്യങ്ങളാണ്. ഇത്തരം കാര്യങ്ങളെന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്, ഇത്രയും കാര്യങ്ങളെങ്കിലും നിങ്ങൾ പഠിക്കണം കേട്ടോ. റോക്ക്ഡെയിൽസുമായി ബന്ധപ്പെട്ട് ഇത്രയും കാര്യങ്ങളെങ്കിലും നിങ്ങൾ പഠിക്കണം. ഓക്കെ, അപ്പം ഈ കാര്യങ്ങൾ മനസ്സിലായി ഞാൻ വിചാരിക്കുന്നു. ബാക്കി കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട മറ്റ് എന്താണ് ഇനി ഫോറിൻ കോർപ്പറേഷൻ ഒന്നും ആയില്ല അല്ലേ. നമ്മൾ റോക്ക്ഡെയിൽസിലെത്തി, റോബർട്ട് ഓവനിലെത്തി, ഇംഗ്ലണ്ടിലെത്തി. ഇനി കുറേ അധികം കാര്യങ്ങൾ പഠിക്കാനുണ്ട്. അപ്പോൾ കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ട് കണ്ട് മനസ്സിലാക്കുക. പിന്നെ നമ്മുടെ ചാനൽ എന്ത് ചെയ്യുക? നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് നിങ്ങൾ ലൈക്ക് ചെയ്യുക, വീഡിയോസൊക്കെ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക. പിന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് കൂടെ ചെയ്യുക കേട്ടോ. ബെൽ ഐക്കൺ കൂടെ എനേബിൾ ചെയ്തിടുക. നമ്മൾ ഞാൻ പറയുന്നത് എല്ലാ ദിവസവും നമ്മൾ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു. ക്ലാസ് കണ്ടതിന് നന്ദി. എല്ലാവരും നന്നായിട്ട് പഠിക്കുക. എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.